ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ആൾ കഴിക്കുന്നതുണ്ടോ? പൊതുവെ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. മടിയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊന്നും കഴിക്കും, എല്ലാം ഇഷ്ടമാണ്, ഒന്നിനോടൊരു ഇഷ്ടക്കേടില്ല. പക്ഷെ കുറച്ചായിട്ടേ കഴിക്കും. പൊതുവെ 2 വയസ്സായ ആളാണ്. പൊതുവേ കുട്ടികൾക്ക് ഭക്ഷണത്തിനോട് മടിയുണ്ടാകുമ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ നോക്കും എല്ലാവരും. ഞാൻ മാക്സിമം അത് ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളുടെ അമ്മമാർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് കരുതി. കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ലായിരിക്കും അല്ലേ? ആൾ ഇത്രയും പോർഷൻസ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. വളരെ കുറച്ച് അളവിലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത്രയും പോർഷൻസ് ആൾ കഴിച്ചു കഴിഞ്ഞു. സംഭവം സിമ്പിളാണ്. നമുക്ക് സേമിയം കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. വറുത്തതായാലും വറുക്കാത്തതായാലും ഏതായാലും കുഴപ്പമില്ല. സേമിയം കുക്കറിലിട്ടിട്ട് കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതിൽ ഇടുകയാണെങ്കിൽ കുട്ടികൾ അതും കൂടി ഉള്ളിലേക്ക് എത്തും. അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് സാധനങ്ങൾ. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു മുട്ട. ക്യാരറ്റും മുട്ടയും ആൾക്കിഷ്ടമാണ്. പക്ഷേ മുട്ട ഏത് രൂപത്തിൽ കൊടുത്താലും കഴിക്കും. ക്യാരറ്റ് പച്ച തിന്നാനാണ് ഇഷ്ടം, വേവിച്ചത് കഴിക്കില്ല. പക്ഷേ ഞാനിതിൽ വറുത്ത സേമിയം എടുത്ത് കുക്കറിൽ ഒരു 4-5 വിസിൽ നന്നായി അടിയുന്ന ഭാഗത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ വിസിലടിച്ച ശേഷം വിസിൽ കളഞ്ഞിട്ട് എടുക്കണം. കാരണം അതിൽ കുറച്ചൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കിയിട്ട്, അതായത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടോ, എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഒരു മുട്ട വറുത്തിട്ട്, വേറെ ഒന്നും ചേർക്കേണ്ടതില്ല, അല്പം ഉപ്പ് മാത്രം ചേർത്തിട്ട് മുട്ടയും കൂടി വറക്കുക. മുട്ട വറുത്തതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളകുക. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കുഴഞ്ഞ പരിവല്ലേ, അങ്ങനെ തന്നെ ആക്കിയെടുക്കാം. എങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൃത്യമായിട്ട് വരിക. എന്ന് മനസ്സിലാവും. ആൾ നല്ല താല്പര്യത്തോടെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. സേമിയത്തിൻ്റെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ മധുരവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇതിലങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു നുള്ളു ഉപ്പിൻ്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ. വേവിച്ചെടുത്ത് സേമിയത്തിൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സ്റ്റാർച്ച് കളഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കാരണം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാവും. വേറെ എക്സ്ട്രാ ഒരു പൊടികളോ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ക്യാരറ്റ് എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്. അതുപോലെ മുട്ട വറുത്തെടുത്താൽ മതി, ഒരു നുള്ളു ഉപ്പിട്ടിട്ട്. അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ അംശവും ഉണ്ടാവും, എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. മോൾക്ക് എന്തായാലും ഇഷ്ടമായി. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാ?